ഞങ്ങളധികമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല സമയത്തിനായ പശ്ചാത്തലവിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി കർത്താവെ, MAG ആസ്മൽ വയസ്സ് മൂലമായി ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ദൈവസന്നിധിനെ സമർപ്പിക്കുവാൻ, വിട്ടുകൊടുക്കുവാൻ, ഇന്ന് അധികാല സമയത്ത്, രാവിലെ സമയത്ത് നിന്റെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് ദൈവത്തെ സ്തുതിക്കാൻ ദൈവം ഭാഗ്യുന്നതിനായി സ്തോത്രം. അതിനുള്ള ജീവനും ബലനും ദീർഘായുസ്സും നീരടിന് തന്നല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ഇന്ത്യക്ക് വെളിയിലുമായിരുന്ന് എന്നോടുകൂടെ പ്രാർത്ഥിക്കുന്ന എല്ലാ നിന്റെ കുഞ്ഞുങ്ങളെയും അവരുടെ ഭവനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കണം. എല്ലാവരും നിന്റെ തൃപ്പാദത്തെ കൊണ്ടുവയ്ക്കുന്നു. ഒരുത്തരെയും കൈവിടരുത്, ഉപേക്ഷിക്കരുത്, മറക്കരുത്, തള്ളിക്കളയരുത്. അവരുടെ ആവശ്യങ്ങൾ, കണ്ണുനീര്, പ്രാർത്ഥനകൾ എല്ലാത്തിനും നീ മറുപടി കൊടുക്കണം. കർത്താവ് രോഗക്കിടക്കെ കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കണം, മരണക്കിടക്കിടക്കെ എഴുന്നേൽപ്പിക്കണം, പട്ടിണിയായിരിക്കുന്ന ആഹാരം കൊടുക്കുക. എല്ലാ വിധത്തിലും ആശ്വാസത്തിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരം നീ ഇരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. നിന്റെ കാവൽ, നിന്റെ സൂക്ഷിപ്പും കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കട്ടെ, വഴി നടത്തിക്കാട്ടെ, അതിനെ ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമീൻ, ആമീൻ, ആമീൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വം എടുക്കുമാറാകട്ടെ. ഇന്ന് എന്നോട് പ്രാർത്ഥനയ്ക്കുന്ന എല്ലാവരെയും യേശുവിന്റെ നാമത്തിൽ വന്ദനം പറഞ്ഞ് വാഴ്ത്തുന്നു. കർത്താവിനെ അനുഗ്രഹിക്കും, നിശ്ചയം കർത്താവിനെ വിടിവിക്കും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുത്തരും ഈ പ്രാർത്ഥന നിങ്ങൾ കയ്യിൽ വെച്ചിട്ട് മറ്റുള്ളവർ കുറഞ്ഞത് 10-15 പേർക്കാരും എത്ര പേർക്ക് നിങ്ങൾ ഷെയർ പണ്ണുന്നോ അത്രയും നിങ്ങൾക്ക് അനുഗ്രഹം താ. ഓക്കെ, നമ്മൾ മറ്റുമല്ല ഈ ആശ്വാസി, ലോകം എമ്പാടും ഈ പ്രാർത്ഥന പോകണം. അതുകൊണ്ട് ദയവചെയ്ത് വായിക്കുക. പ്രാർത്ഥന കേൾക്കുന്നവർ എല്ലാവർക്കും ഇത് അനുഗ്രഹമായി മാറട്ടെ. നമുക്കൊന്ന് രണ്ട് വാക്യത്തെ വായിച്ചിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ ദൈവം തന്ന വാക്യം ചിലപ്പം നിങ്ങൾക്ക് എങ്ങനെ അത് സെറ്റാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവം എൻ്റെ കയ്യിൽ എന്നെ തരുന്നോ ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്തേ പറയും. എനിക്ക് അടിമേടിക്കാനൊന്നും ശക്തിയില്ല. ദൈവം അടിക്കുന്നവനാണ്, ശിക്ഷിക്കുന്ന ദൈവം. അതുകൊണ്ട് അടിമേടിക്കാൻ എനിക്ക് പ്രാപ്തിയില്ലാത്തതുകൊണ്ട് ദൈവം എന്ത് തരുന്നോ അത് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേ ഒക്കത്തുള്ളൂ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വാക്യം പുറപ്പാട് പുസ്തകം 21:15-17 വാക്യമാണ്. പുറപ്പാടിൻ്റെ 21:15-17 വാക്യം ഇങ്ങനെ പറയുന്നു. 15-ാം വാക്യം: തൻ്റെ അപ്പനെയോ അമ്മയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. തൻ്റെ അപ്പനെയോ അമ്മയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. അടിക്കുന്നവനും മരണശിക്ഷ, ശപിക്കുന്നവനും മരണശിക്ഷ. അപ്പൊ എത്രമാത്രം ഒരു മാതാവിനോടും പിതാവിനോടും ദൈവം കരുണയുള്ളവനെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരപ്പൻ്റെ വില എന്തുവാ, ഒരമ്മയുടെ വില എന്തുവാ, അത് മുതലേ മക്കൾ മനസ്സിലാക്കണം. പണ്ടുള്ള കാലങ്ങളിൽ അപ്പന്മാര് രാത്രിയും പകലും കഷ്ടപ്പെട്ട് ചുമട് ചുമന്ന് വിറക് കീറി കൂലിവേല ചെയ്ത് മഴ നനഞ്ഞ് രാത്രിയൊന്ന് പകലില്ലാതെ ചുമട് ചുമന്ന് ഒത്തിരി പാടുപെട്ടാണ് കുഞ്ഞുങ്ങളെ പെറ്റു വളർത്തുന്നത്. ഈ കാലത്ത് 1-2 ഉള്ളൂ. ആ കാലത്തെല്ലാം 10, 12, 7, 8, 9 കുഞ്ഞുങ്ങൾ. അപ്പോൾ അവർ അത്ര കുഞ്ഞുങ്ങളെ പുലർത്തിയെടുക്കണം, പഠിപ്പിക്കണമെങ്കിൽ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ഉത്തരവാദിത്വം കുറച്ചൊന്നുമല്ല. ഒരു മാതാവിനെ കൊണ്ട് ഉറങ്ങാൻ പറ്റത്തില്ല. ഇന്നെല്ലാം വന്ന് ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അമ്മ കാണും, അപ്പൻ കാണും, എല്ലാ ചുറ്റുപാടുണ്ട്. അതിനെ സൂക്ഷിക്കാൻ 6 മാസത്തോളം നോക്കാനുള്ള അപ്പനും അമ്മയും എല്ലാവരും ഒത്തിരി പേര്. അന്നത്തെ കാലത്ത് അങ്ങനല്ല. വർഷം തോറും പ്രസവം നടന്നുകൊണ്ടിരിക്കും. ഒരമ്മ എന്തുമാത്രം കഷ്ടപ്പെടുന്നറിയാം. 10 മാസം ഒരമ്മ തൻ്റെ കുഞ്ഞിനെ തൻ്റെ വയറ്റിലെ ചുമന്ന് അതിനെ പെറ്റെടുത്ത് വളർത്തി ഒന്നാളാക്കി കൊണ്ടുവരുന്ന വരയ്ക്കും ആ തള്ളയുടെ കണ്ണുനീരും പങ്കപ്പാടും കുറച്ചൊന്നുമല്ല. ആ കുഞ്ഞ് ഗർഭപാത്രത്തിലിരിക്കുമ്പോൾ വളരെ 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 അമ്മയുടെ വേദനയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. നടക്കാൻ പറ്റത്തില്ല, ഇരിക്കാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റത്തില്ല, കഴിക്കാൻ പറ്റത്തില്ല, ഛർദിലായിരിക്കും, വേദനയായിരിക്കും, എന്തോരം പങ്കപ്പാടുകൾ. ആരോടാ പോയി പറയുന്നത്? എന്താ ചെയ്യുന്നത്? കുഞ്ഞിനെ കൊല്ലാൻ പറ്റുമോ? ഒന്നും പറ്റത്തില്ലല്ലോ. കുഞ്ഞ് ഗർഭത്തിൽ ധരിച്ചു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ആ കുഞ്ഞ് പ്രസവിക്കുന്ന സമയം വരയ്ക്കുന്ന അമ്മയുടെ വേദന കുറച്ചല്ല. പ്രസവ വേദന സാധാരണയാണോ? ഇപ്പോഴാണ് ഓപ്പറേഷനും വേദനയാണ്. ആ കാലഘട്ടത്തിൽ അങ്ങനെയല്ല, എല്ലാം നോർമൽ പ്രസവമാണ്. എന്തുമാത്രം വേദന. ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകത്തില്ല, വീടുകളിൽ കിടന്നാണ് പ്രസവിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ എന്തുമാത്രം വേദന, എന്തുമാത്രം മരണവേദന. തന്റെ ജീവനെ കൊടുത്ത് ഒരു കുഞ്ഞിനെ ഗർഭത്തിൽ വളർത്തി അതിനെ പെറ്റെടുത്ത് ആളാക്കി മുന്നേ കൊണ്ടങ്ങോട്ട് നിർത്തുമ്പോൾ, അവന് മീസ വന്ന് നിൽക്കുമ്പോൾ, അവന് കുറഞ്ഞ യൗവനപ്രായം ആകുമ്പോൾ, 4 ഇംഗ്ലീഷ് പറയാനങ്ങോട്ട് പഠിക്കുമ്പോൾ, അവന് ചില ആരോഗ്യ മസിൽസ് എല്ലാം വരുമ്പോൾ അപ്പനെ എന്തൊക്കെയാ വിളിക്കുന്നത്? അപ്പന്റെ കഴുത്തേ പോയി പിടിക്കല്ലേ? അപ്പനെ അടിക്കല്ലേ? വെട്ടുകത്തി എടുക്കല്ലേ? അമ്മ എന്തൊക്കെയാ പറയുന്നത്? കുഞ്ഞുങ്ങളെ, ഇത് കളിയാട്ടല്ല കേട്ടോ. നിന്റെ അപ്പന് നിന്നെ പോലെ ഇംഗ്ലീഷ് അറിയത്തില്ല, നിന്റെ അപ്പന് നിന്നെ പോലുള്ള സ്റ്റൈലില്ല, നിന്റെ അമ്മയ്ക്ക് നിന്നെ പോലുള്ള പഠിത്തമോ അല്ലെ സ്റ്റൈലോ ഒന്നുമില്ല. ഇന്ന് നിറയെ കുഞ്ഞുങ്ങൾ ഇതെന്റെ അപ്പനാ, ഇതെന്റെ അമ്മയാന്ന് പറയാൻ നമുക്ക് നാണക്കേടാണ്. ഇതാണ് എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞ് എവിടെയും കൊണ്ടുപോകത്തില്ല. ഇതാ എൻ്റെ അമ്മ എന്ന് പറഞ്ഞ് കൊണ്ട് കാണിക്കത്തില്ല. നാണക്കേട്. അപ്പനും അമ്മ ഒരു വയസ്സായ ഉടനെ എവിടെയെങ്കിലും കൊണ്ട് തള്ള വേണ്ടിയത്. നമുക്ക് ഫ്രീ ആയിട്ടിരിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾ നന്നായിട്ടിരിക്കണം, നമ്മൾ സുഖമായിരിക്കണം, നമ്മൾ ഭാര്യയും ഭർത്താവും ആനന്ദമായി ജീവിക്കണം. ഇങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്.
അപ്പൊ ആ മാതാവിന്റെയും പിതാവിന്റെയും ഹൃദയത്തിൽ എന്തോരം വേദനയായിരിക്കും എന്നറിയാം. അവരുടെ കുടലിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുക. മക്കളെ ശ്രദ്ധിക്കണേ, കുടൽ എരിഞ്ഞുകൊണ്ടിരിക്കുക. ഇവിടെ എന്താ പറയുന്നത്? തൻ്റെ അപ്പനെയോ അമ്മയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. തൻ്റെ അപ്പനെയോ അമ്മയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ദൈവമാ പറയുന്നത്, വേറെ ആരുമല്ല ഈ പറയുന്നത്. അങ്ങനെയെങ്കിൽ അപ്പന്റെ വില നീ മനസ്സിലാക്ക്, അമ്മയുടെ വില നീ മനസ്സിലാക്ക്. നീ നിന്റെ അപ്പനെ എത്ര അടിച്ചാലും നീ കൊന്നാലും അപ്പന്റെ ഇനിഷ്യൽ ഇല്ലാതെ നിന്റെ പേരെഴുതാൻ പറ്റത്തില്ല. അപ്പൊ എന്തിനാ അതിടുന്നത്? അതിനെന്തിനാ അപ്പൻ? ഒന്ന്, അപ്പൻ ഏതെങ്കിലും എവിടെങ്കിലും 10 രൂപയുടെ ഏതെങ്കിലും ഒരു സേഫ്റ്റിയോ സാധനം ഉണ്ട്, ഒരു സ്വത്തുണ്ടെങ്കിൽ അത് നിനക്ക് വേണം, അത് നിനക്ക് വേണം. അത് അടിച്ച് മേടിക്കും, കഴുത്തെ പിടിച്ച് ഞെക്കിരുതി മേടിക്കും. അത് വേണം. അപ്പൻ വേണ്ട, അമ്മ വേണ്ട. അതുകൊണ്ട് അവരെത്ര വയസ്സായാലും അഴുകിയാലും പുഴുത്താലും തീട്ടം കോര വേണ്ടി ഒരു സിറ്റുവേഷൻ വന്നാലും അമ്മ അപ്പൻ എന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണം. ആ ഒരു ചിന്ത നിങ്ങൾക്കുണ്ട്. അങ്ങനെ അപ്പനെയും അമ്മയും നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും, നീ അനുഗ്രഹിക്കപ്പെടും. നിന്നെ ദൈവം തമ്പുരാൻ ഒരു കാലത്തും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തില്ല. കർത്താവ് വലിയവനാണ്, കർത്താവ് നല്ലവനാണ്, കർത്താവ് എല്ലാത്തിനും മതിയാവും. ചിലപ്പോൾ നമ്മുടെ അപ്പൻ സമ്പാദിച്ചതൊന്നും നമുക്ക് തന്നു കാണത്തില്ല, നമ്മുടെ അമ്മ നമ്മളെ പെറ്റു വളർത്തി നമുക്കൊന്നും ചെയ്ത് കാണത്തില്ല. അവരെയും കൊണ്ട് അത്രേ കഴിയത്തുള്ളായിരുന്നു, വേറെ അവരെ കൊണ്ട് പ്രാപ്തിയില്ല. ചിലപ്പം ഈ കാലഘട്ടത്തിലുള്ള അപ്പന്മാർ അമ്മമാരോടുള്ള ബുദ്ധിയോ അല്ലെ സമ്പാദിക്കാനുള്ള സാമർഥ്യമോ ഒന്നും അവർക്കില്ലായിരുന്നിരിക്കും. കാരണം ഒരു കുഞ്ഞ് 2 കുഞ്ഞല്ലല്ലോ, എത്ര കുഞ്ഞുങ്ങളെ പ്രസവിച്ചിടുന്നത്. അതുങ്ങളെല്ലാം കരകയറ്റണ്ടേ, എല്ലാത്തിനെയും ഒന്ന് കരകയറ്റണ്ടേ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അവരത് കഷ്ടപ്പെട്ടേ ഒക്കത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ദൈവം തമ്പുരാൻ വെച്ചിരിക്കുന്ന അനുഗ്രഹം അപ്പൻ തന്നാലും അമ്മ തന്നാലും അവർ തന്നില്ലേലും ദൈവം നിന്നെ വിളിച്ചെങ്കിൽ, ദൈവത്തെ നീ ആശ്രയിക്കുന്നെങ്കിൽ ദൈവം നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു ദോഷവും വരുത്തത്തില്ല. ഒരു ദോഷം. എൻ്റെ അപ്പൻ്റെ ഒരു 10 പൈസയുടെ പ്രോപ്പർട്ടി എൻ്റെ കയ്യിലില്ല, എൻ്റെ അമ്മായിപ്പിൻ്റെ ഒരു 10 പൈസയുടെ പ്രോപ്പർട്ടി എൻ്റെ കയ്യിലില്ല. കാരണം ദൈവം എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ചു വെച്ചിരിക്കുക. അത് എന്തെന്ന് ചോദിച്ചാൽ എൻ്റെ കഴിവിൻ്റെ പരമാർത്ഥത്തോളം എനിക്ക് കഴിയുന്നതിൻ്റെ എത്രമാത്രം ചെയ്യാൻ കഴിയും ഞാൻ അതങ്ങനെ ചെയ്തത് കൊണ്ടാണ്. അവസാനം വരയ്ക്കും വെച്ച് നോക്കാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് കഴിയുന്ന കാലത്ത് ഞാൻ കൂലിവേല ചെയ്തോ കഷ്ടപ്പെട്ടോ എന്തൊക്കെ ചെയ്യണമോ, രാത്രിയിൽ നിന്ന് മഴയില്ലാതെ വെയിലൊന്നില്ലാതെ കഷ്ടപ്പെട്ട് എൻ്റെ അപ്പനെയും അമ്മയ്ക്കും എൻ്റെ കടമകൾ ഞാൻ ചെയ്യുന്നത് എൻ്റെ മനസ്സാക്ഷി ഞാൻ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അതിൻ്റെ നന്മ ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾക്ക് ഞാൻ ദോഷം ചെയ്തിട്ടില്ല. ആരുടെ ഒരു സ്വത്ത് പറിക്കാനോ അവരോട് വഴക്കുണ്ടാക്കാനോ ഞാൻ പോയിട്ടില്ല. എൻ്റെ അപ്പനെ പോയി അടിക്കാനോ വഴക്കുണ്ടാക്കാനോ ഞാൻ പോയിട്ടില്ല. എൻ്റെ അമ്മയോട് വഴക്കുണ്ടാക്കാൻ ഞാൻ പോയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിശ്ചയമായിട്ടും അതിൻ്റെ അനുഗ്രഹം നമുക്ക് ദൈവം തരും. അതുകൊണ്ട് മക്കളെ, ദൈവം തമ്പുരാൻ വിളിച്ച് പറയാണ്, എന്തിനാണ് ഈ ആലോചന എനിക്ക് അറിയത്തില്ല. ആരെങ്കിലും കുഞ്ഞുങ്ങൾ അപ്പനെ അടിക്കുന്നുണ്ടെങ്കിൽ അമ്മയെ അടിക്കുന്നുണ്ടെങ്കിൽ മരണശിക്ഷയ്ക്ക് നീ യോഗ്യനാണ്. നിന്റെ അമ്മയെ അപ്പനെ നീ ശപിക്കുന്നുണ്ടെങ്കിൽ, പെൺകുഞ്ഞുങ്ങളായിരുന്നാലും ശരി ആൺകുഞ്ഞുങ്ങളായിരുന്നാലും ശരി, നിങ്ങളുടെ അപ്പനെ അമ്മയെ ശപിക്കുന്നുണ്ടെങ്കിൽ നീ മരണത്തിന് യോഗ്യനാണ്. നിങ്ങൾ എത്രയോ കുഞ്ഞുങ്ങൾ പറയുന്നു, എന്തിനാ എന്നെ പെറ്റത്, അന്നേക്ക് എന്നെ കൊന്നു കളയാൻ വയ്യായിരുന്നു, എന്തിനാ എന്നെ പട്ടിയെ പെറ്റിരുന്ന പോലെ എന്നെ പെറ്റിട്ടെന്ന് പറഞ്ഞു ഇത്രയും പെമ്പിള്ളാർ തള്ളമാരുടെ മേലെ ചാടിക്കയറുന്നത്, ആമ്പിള്ളേർ ചാടിക്കയറുന്നത്. അങ്ങനെയുള്ള ശപിക്കപ്പെട്ടവെന്നാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. നിനക്ക് നീ ശാപത്തെ നീ വരവയ്ക്കരുത്. അപ്പൻ്റെ ആ വയറെരിയുന്നത്, അമ്മയുടെ വയറെരിയുന്നത് നിനക്ക് ശാപമാകും. അവരുടെ കണ്ണുനീര് ഒരു കാലത്തും അത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ നാഗരികമുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, കമ്പ്യൂട്ടർ ഉലകമാണ്, നിങ്ങൾക്ക് നല്ല സ്റ്റൈലുണ്ട്, കാറുണ്ട്, ബംഗ്ലാവുണ്ട്, പണമുണ്ട്, നല്ല ഫ്രണ്ട്സുകളുണ്ട്. ആ സമയത്ത് ഇതെൻ്റെ അപ്പനെ എൻ്റെ അമ്മയെന്ന് പറയാൻ നീ മടിച്ചെങ്കിൽ നാളെ അതിനേക്കാട്ടിലും 4 മടങ്ങ് അധികമായി നീ പെറ്റ കുഞ്ഞുങ്ങൾ നിന്നെ റോഡിലിട്ട് ചവിട്ടും. അത് ചിന്തിച്ചോ മുതല്. നമ്മൾ എന്ത് ചെയ്യുന്നോ അതിന്റെ പ്രതിഫലം നമുക്കുണ്ട്. നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് നമ്മൾ കൊയ്തേ ഒക്കത്തുള്ളൂ. ഉപ്പ് തിന്നെങ്കിൽ വെള്ളം കുടിച്ചേ ഒക്കത്തുള്ളൂ. അതാരും മാറ്റാൻ പറ്റത്തില്ല, ഒരുത്തനും മാറ്റാൻ പറ്റത്തില്ല. ഇത് സത്യമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ആരും ഈ വാക്ക് കേൾക്കുമ്പോൾ മനസ്സ് പതറിപ്പോകരുത്, ക്ഷീണിക്കരുത്, തളരരുത്. കൃപയിൽ നിന്നുകൊണ്ട് കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ അമ്മയോട് ഞാൻ ക്ഷമിക്കണം, എൻ്റെ അപ്പനോട് ഞാൻ ക്ഷമ ചോദിക്കണം. അവരുടെ പാദത്തിൽ പോയി വീണ് അവർ 5 പൈസയുടെ പ്രോപ്പർട്ടി ഇല്ലെങ്കിലും അവരുടെ അനുഗ്രഹത്തെ ഞാൻ തട്ടിയെടുക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്യുക. ചിലപ്പോൾ മരിച്ചുപോയി കാണും. മരിച്ചുപോയെങ്കിൽ ദൈവത്തോട് കരഞ്ഞ് ചോദിക്കുക. ദൈവം ക്ഷമിക്കുന്നവനാണ്. ഞാൻ കഴിഞ്ഞ നിനവെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചില്ലേ, ആ നിനവെ കർത്താവ് ക്ഷമിച്ചില്ലേ. ദൈവം ചെയ്യും, നിശ്ചയമായിട്ട് ചെയ്യും. സോദോമയെ പോലെ നിങ്ങൾ കഠിനരായി മാറരുത്. ദൈവത്തിന്റെ തീക്ക് നിങ്ങൾ അപാത്രമായി മാറരുത്. ദൈവത്തോട് കരഞ്ഞു ചോദിക്കുക. കുഞ്ഞുങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ശപിക്കരുത്, മാതാപിതാക്കളെ അടിക്കരുത്. അങ്ങനെ ഒന്നും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിശ്ചയം മരണശിക്ഷയാണ് ദൈവം നിങ്ങൾക്ക് വെച്ചിരിക്കുന്നത്. നിങ്ങൾ മുന്നോട്ട് പുതിയ നിയമത്തിലും അത് തന്നെയാണ് പറയുന്നത്. എല്ലാ വേദപുസ്തകത്തിലും അതന്നെ ദൈവത്തിന്റെ ആലോചന അതാണ്, ദൈവത്തിന്റെ കൽപ്പന അതാണ്. നിന്റെ മാതാവിനെയും പിതാവിനെയും നീ സ്നേഹിക്കണം.
ദൈവത്തിന് സ്തോത്രം. അത് കൽപ്പനയാണ് ദൈവത്തിൻ്റെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇതൊരു നല്ല ഒരു ആലോചന നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്നേഹത്തോട് നിങ്ങളുടെ ജീവിതത്തിൽ നന്മ പ്രാപിക്കുവാൻ നിങ്ങൾ വിട്ടുകൊടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ ഇതുമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, ഈ നല്ല സമയത്തെ പശ്ചാത്തലത്തിന് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി നിന്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഈ 1125 ദിവസം പ്രാർത്ഥിക്കുന്ന കൃപതയും തന്നതിനായി സ്തോത്രം. ഇന്ന് നീ കൊടുത്ത വാക്ക്, തൻ്റെ അപ്പനെയോ അമ്മയോ അടിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം, തൻ്റെ അപ്പനെയോ അമ്മയോ ശപിക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞ് ഞങ്ങളോട് വ്യക്തമായി നീ സംസാരിച്ചതിനായി സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ നിന്റെ കുഞ്ഞുങ്ങൾ കർത്താവെ തൻ്റെ ഹൃദയത്തെ യൂദയെ പോലെ കഠിനമാക്കാതെ, അയ്യോ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പനെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അടിച്ചിട്ടുണ്ട്, എൻ്റെ എനിക്ക് സ്വത്തിന് വേണ്ടി, എനിക്ക് പണത്തിന് വേണ്ടി ഞാൻ അത് ചെയ്തിട്ടുണ്ട്, ഇത് ചെയ്തിട്ടുണ്ട്, അപ്പനെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്, അപ്പനെ അടിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് കരഞ്ഞു ചോദിച്ചു നോക്ക്. ഒരു വേളയെ കർത്താവ് നിങ്ങളെ ക്ഷമിക്കാൻ പാത്രം. അമ്മമാരോട് അതുപോലെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിങ്ങളെ ശിക്ഷിക്കാതെ ദൈവം നിങ്ങളെ മാറ്റണമെങ്കിൽ കരയുക, പ്രാർത്ഥിക്കുക, ക്ഷമയോദിക്കുക. നിനവേ മക്കളുടെ പ്രവൃത്തിയെ കർത്താവ് കണ്ടു, അതുപോലെ അവരുടെ ക്രിയകളെ കണ്ട് കർത്താവ് വിടുവിച്ചതുപോലെ നമ്മുടെ പ്രവൃത്തി, നമ്മുടെ ക്രിയകളെ കണ്ട് കർത്താവ് നമ്മളെ വിടുവിക്കും. ദൈവമേ, അങ്ങനത്തെ വിടുതൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് തരണം. ആരും ഇതേ കേട്ടിന് ഹൃദയത്തെ കഠിനപ്പെടുത്തിക്കൊള്ളാതെ, പറവോനെ പോലെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ, യൂദായെ പോലെ ഹൃദയത്തെ കഠിനപ്പെടുത്താതെ ദൈവസനത്തിൽ വന്ന്, അയ്യോ എൻ്റെ അപ്പനൊക്കെ അവിടെ ആ ഇളയ മകൻ എന്താ പറയുന്നത്, അപ്പച്ചാ ഞാൻ നിനക്ക് സ്വർഗത്തിലൂടെ പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന് പറയാൻ എനിക്ക് യോഗ്യതയില്ല, ഒരു വേലക്കാരനായി എന്നെ ഏറ്റുകൊള്ളേന്ന് പറഞ്ഞില്ല അവൻ ഓടി വന്നത്. അപ്പൻ അങ്ങനെയാണ് ഏറ്റുകൊണ്ടത്, മകനായി ഏറ്റുകൊണ്ടില്ലേ? അങ്ങനെയെങ്കിൽ ഏതപ്പനും ഏതമ്മയും നിങ്ങൾ ചെയ്ത കുറ്റമെന്ന് ഏറ്റുപറയുമ്പോൾ, നിങ്ങൾ മനസാക്ഷിയോട് നിൽക്കുമ്പോൾ ഏതപ്പനും നിങ്ങളെ ക്ഷമിക്കും, ഏതമ്മയും നിങ്ങളെ ക്ഷമിക്കും. അതൊരു സംശയവും ഇല്ല. ദൈവസന്നിധാനത്തിൽ ഞാൻ വേദനയോട് പറയുകയാണ്, മക്കളെ, നിങ്ങൾ നശിക്കരുത്, നിങ്ങൾ തകരരുത്, നിങ്ങൾ ശാപത്തെ വലിച്ചു തല വയ്ക്കരുത്, മരണശിക്ഷയ്ക്ക് നിങ്ങൾ യോഗ്യരായി മാറരുത്. കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നിങ്ങൾ സന്തോഷമായി ജീവിക്കണം, സമാധാനമായി ജീവിക്കണം, നിങ്ങളുടെ ഫാമിലി ഒത്തിരി അനുഗ്രഹമാകണം, സ്വർഗ സന്തോഷം നിങ്ങൾ അനുഭവിക്കണം, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായി മാറണം. നിങ്ങളുടെ ജീവിതത്തിൽ പട്ടിണിയോ കഷ്ടമോ പ്രയാസമോ വഴക്കോ മല്ലോ ഒന്നും വരരുത്. നിങ്ങൾ തീരാതെ രോഗികളോ ദൈവത്തിന്റെ കോപ ശിക്ഷയ്ക്ക് പാത്രമായി മാറരുത്. ദൈവം നിങ്ങളെ കൊല്ലുവാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് ദൈവസന്നിധാനത്തിലെ കണ്ണുനീരോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ നീ ഇത് ചെയ്യണമേ, നിന്റെ മഹത്വം വെളിപ്പെടുത്തണമേ, നിന്റെ ശക്തി വെളിപ്പെടുത്തണമേ. ആരെങ്കിലും കുഞ്ഞുങ്ങൾ അറിഞ്ഞോ അറിയാതോ അപ്പനെ അടിച്ചിട്ടുണ്ടെങ്കിൽ, അമ്മയെ അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ, അവരെ ശപിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. കർത്താവേ, മരണത്തിന് യോഗ്യരായിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നീ മരിച്ചല്ലോ, കാൽവരി ക്രൂശികളുടെ പാപത്തെയും ശാപത്തെയും രോഗത്തെയും നീ ചുമന്ന് തീർത്തല്ലോ. ആ കുഞ്ഞുങ്ങളുടെ രക്തത്താൽ കഴുകണമേ, അവരോടൊന്ന് ക്ഷമിക്കണമേ. അറിവില്ലായ്മ ചിലപ്പം അങ്ങനെ പറഞ്ഞു കാണുമായിരിക്കാം, പച്ചാ ദൈവമേ ക്ഷമിക്കണമേ എന്ന് 70 പ്രാവശ്യം ക്ഷമിക്കുന്ന കർത്താവ് നിന്റെ കുഞ്ഞുങ്ങളോട് ക്ഷമിക്കണമേ എന്ന് ഞാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്ഷമയോദിക്കുന്ന പച്ചാ. ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥനയുള്ള കുഞ്ഞുങ്ങൾ ആരെങ്കിലും അങ്ങനെ അപ്പനെ കരയിപ്പിച്ച് അമ്മയെ കരയിപ്പിച്ച് മുറിവേൽപ്പിച്ച് ലജ്ജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അടിച്ചിട്ടുണ്ടെങ്കിൽ, ശപിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ക്ഷമയോദിക്കുന്ന പച്ചാ. നീ അത്ഭുതം പ്രവർത്തിച്ചാട്ട് കുഞ്ഞുങ്ങളെ ശിക്ഷിക്കരുതേ. അതിന്റെ കോപം നിന്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുവാൻ, അത് നിമിത്തം തലമുറകൾ നശിക്കുവാൻ, ഭവനം നശിക്കുവാൻ, ദൈവത്തിന്റെ വലിയ ശിക്ഷയ്ക്ക് അവർ പാത്രരായി മാറുവാൻ, നശിച്ചു പോകുവാൻ ദൈവം സമ്മതിക്കരുതേ. ആശ്വാസത്തിന്റെ കരം, അനുഗ്രഹത്തിന്റെ കരം, വിടുവിക്കുന്ന കരം കർത്താവ് ഇതിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുകൂലമായി നീട്ടണം. അത്ഭുതം നീ പ്രവർത്തിക്കണം, അതിശയം നീ പ്രവർത്തിക്കണം. എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട ഓരോ ഭവനങ്ങളായി മാറട്ടെ. അപ്പനെയും അമ്മയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളായി മാറട്ടെ. അവർ എത്ര വയസ്സ് ചെന്നാലും കർത്താവെ അവരോട് കൂടെ ഇരുന്ന്, അവരുടെ കർത്താവെ ശരീരത്തിലെ പല ബലഹീനങ്ങൾ കാണും, ചിലപ്പോൾ അവർക്ക് അവിടെ ഔട്ട്സൈഡ് എല്ലാം ഞങ്ങൾ എടുക്കേണ്ട സിറ്റുവേഷൻ കാണും, അവർക്ക് ഞങ്ങൾ രാത്രിയും പകലും ഉറങ്ങാതിരുന്ന് ഞങ്ങൾ അവരെ കാത്തു സൂക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ കാണും. ഏതിരുന്നാലും കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അമ്മ അപ്പൻ എത്ര നാൾക്കൾ പട്ടിണി കിടന്നു, എത്ര നാൾക്കൾ ഉറങ്ങാതിരുന്നു. അങ്ങനെങ്കിൽ ഞങ്ങളും അതുപോലെ തന്നെ അപ്പനമ്മയ്ക്ക് വേണ്ടി ചെയ്യാനുള്ള കൃപ, നല്ല മനസ്സ് ഞങ്ങൾക്ക് തരണം. മരുമക്കളായിരിക്കുന്ന കുഞ്ഞുങ്ങളും അതുപോലെ സ്നേഹിക്കുവാൻ, അമ്മായിയപ്പനെ അമ്മായിമ്മയെ സ്നേഹിക്കുവാൻ, സഹോദരങ്ങളെ സ്നേഹിക്കാനുള്ള കൃപ നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. എല്ലാ കുടുംബത്തിലും ദൈവസ്നേഹം, ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ സന്തോഷം, ദൈവത്തിന്റെ വചനം ഓരോരുത്തരുടെ ഹൃദയത്തിലും ഓരോരുത്തരുടെ ഭവനത്തിലും സ്ഥിരപ്പെടട്ടെ. അതങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരും മരണശിക്ഷയ്ക്ക് പാത്രരാകാതെ ഇന്നൊരു വിടുതൽ പ്രാപിക്കുവാൻ എന്റെ കർത്താവ് സഹായിച്ചാട്ട്. ഏത് പാപത്തെ ക്ഷമിക്കുന്ന ദൈവം, മനസ്സലിയുന്ന ദൈവം എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരണം. അവർ കണ്ണുനീർ തൂകുമ്പോൾ നീ മനസ്സലിയുന്ന ദൈവമെന്ന് ഞങ്ങൾ അറിയുന്ന കർത്താവേ, നിലവേ മക്കൾ കണ്ണുനീരോട് പ്രാർത്ഥിച്ചപ്പോൾ, അവർ ഏറ്റെടുത്തപ്പോൾ, ചാരത്തിൽ കടന്നപ്പോൾ അവർക്ക് വേണ്ടി ഇറങ്ങി വന്ന കർത്താവ്, ക്ഷമിച്ച ദൈവം, അവരെ തകർക്കാതോണം നിലനിർത്തിയ ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ നിലനിർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുത്തരെയും കൈവിടരുത്, ഒരുത്തരെ ഉപേക്ഷിക്കരുത്, ഒരുത്തരെയും തള്ളിക്കളയരുത് പച്ച. ഈ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ. കുഞ്ഞുങ്ങളെ ഒരു വാക്കോട് പറഞ്ഞ് നിർത്താൻ പോകണം. നിങ്ങളിത് ദേഷ്യമായിട്ടോ കഷ്ടമായിട്ട് എടുക്കരുത്.
മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ തലതെറിച്ചുണ്ടെങ്കിൽ എങ്ങനെങ്കിലും അവർ കേൾക്കുന്ന മാതിരി പ്രാർത്ഥന വന്നിട്ട് അവർ നിങ്ങൾ കേൾപ്പിക്കണം. നിങ്ങളും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ ക്ഷമ ചോദിച്ചാൽ, നിരപ്പ് പ്രാപിച്ചാൽ നിങ്ങളത് ക്ഷമിക്കണം, അവരെ സ്നേഹിക്കണം. അന്ത ഇളയ കുമാരൻ്റെ അപ്പനെ പോലെ കെട്ടിപ്പിടിച്ച് ആ കുഞ്ഞുങ്ങളെ സന്തോഷമായി തലോടണം, അവരെ അനുഗ്രഹിക്കണം. ഒരു മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ ശപിക്കരുത്. നിങ്ങളെ കൊണ്ട് ഒരു 5 രൂപ കൊടുക്കാൻ നിങ്ങൾക്ക് നിവൃത്തിയില്ലായിരിക്കും, പക്ഷേ കുഞ്ഞുങ്ങളെ ദയവ് ചെയ്ത് ശപിക്കരുത്. നിങ്ങൾ ശപിച്ചാൽ ആ ശാപം അവരുടെ തലയിൽ നിന്ന് ആരെയും കൊണ്ട് മാറ്റാൻ പറ്റത്തില്ല. ദയവ് ചെയ്ത് കുഞ്ഞുങ്ങളെ ശപിക്കരുത്, തലമുറകളെ ശപിക്കരുത്. അവരെ അനുഗ്രഹിക്കുക, ക്ഷമിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവാത്ഭുതം പ്രവർത്തിക്കും. ഓക്കെ, ദൈവമേ ഈ പ്രാർത്ഥന ഘടനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് പോയി ചേർന്നിടത്തെല്ലാം ദൈവകൃപയും ദൈവ സമാധാനവും ദൈവ സന്തോഷവും ഉണ്ടാകട്ടെ. പച്ച നീ വലിയ കാര്യത്തെ ചെറിയ താഴ്ത്തുന്നു സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നിശ്ചയമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ സാക്ഷിയായിരിക്കും. എനിക്ക് സാക്ഷികൾ അയക്കുക, പ്രയർ റിക്വസ്റ്റ് അയക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഓക്കെ, താങ്ക് യു.